നേര് സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള എഴുത്തുകാരൻ ദീപക് ഉണ്ണിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. ഈ അവസരത്തിൽ സംവിധായകൻ ജിത്തു ജോസഫിന്റെ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സിനി ഫയൽ എന്ന സിനിമാ ഗ്രൂപ്പിലാണ് ജിത്തു ജോസഫിന്റെ കുറിപ്പ്. നേര് റിലീസ് ചെയ്യുകയാണെന്നും ഇതുവരെ തന്ന പിന്തുണ മുന്നോട്ടുമുണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നു. ചിത്രത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ എത്രമാത്രം കഴമ്പുണ്ടെന്ന് പ്രേക്ഷകർ സിനിമ കണ്ട് വിലയിരുത്തട്ടെ എന്നും സംവിധായകൻ വ്യക്തമാക്കി. മനഃപൂർവ്വമായ ആക്രമണം താൻ നേരിടുന്നത് ഇതാദ്യമായല്ലെന്നും പ്രേക്ഷകരെ തനിക്ക് വിശ്വാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിത്രത്തിന്റെ തിരക്കഥ മോഷ്ടിച്ചതാണെന്നും റിലീസ് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് തൃശൂർ സ്വദേശിയും തിരക്കഥാകൃത്തുമായ ദീപു കെ ഉണ്ണി ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതിക്കാരന്റെ ഹർജിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് മോഹൻലാൽ, സംവിധായകൻ ജിത്തു ജോസഫ്, സഹതിരക്കഥാകൃത്തും അഭിനേതാവുമായ അഡ്വക്കേറ്റ് ശാന്തി മായാദേവി, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തുടങ്ങിയവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. 3 വർഷം മുൻപ് കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ജിത്തു ജോസഫുമായും ശാന്തി മായാദേവിയുമായും താൻ ഈ കഥ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നുവെന്നും അന്ന് തിരക്കഥയുടെ പകർപ്പ് ഇരുവരും വാങ്ങിയെന്നും ദീപുവിന്റെ ഹർജിയിൽ പറയുന്നു. മോഹൻലാലിന്റെ ഡേറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് സിനിമയിൽ നിന്നും ഒഴിവാക്കിയെന്നും ഹർജിയിൽ പറയുന്നു. നേര് സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടതായി ബോധ്യപ്പെട്ടതായും ഹർജിയിൽ പറയുന്നു.